ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. അപ്പോൾ ന്യൂസിലൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കാലത്ത് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയില്ലേ, അപ്പം എനിക്ക് തോന്നുന്നു 6:05 വരെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ വേഗം പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് സെയിം മേക്കപ്പ്, കണ്ണിന് മാത്രം ഒന്നും ചെയ്തില്ല. എന്ന് വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. സെയിം മേക്കപ്പ് ചെയ്തു. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം ഒരുക്കി വെച്ചു. പിന്നെ എൻ്റെ കോട്ട് അല്ല എൻ്റെ ജാക്കറ്റ്, എൻ്റെ ബാഗ്, അപ്പം എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ വിചാരിക്കുന്നത് 6:30 ഇപ്പോൾ 6:30 ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 6:30 തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിക്കണേ. ഞാൻ നോക്കട്ടെ കേട്ടോ, മഴയുണ്ടോന്ന്. മഴയില്ല, പക്ഷെ കൂന ഇരുട്ടാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നേരം വെളുക്കും. ഈ മിററിൽ കൂടെ എന്നെ കാണാൻ പറ്റും. അപ്പോൾ നേരം വെളുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നടക്കാൻ പോവാം, അങ്ങനെ വിചാരിക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എൻ്റെ കുപ്പി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ക്ലിയർ ആക്കി. അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി, അങ്ങനെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വിചാരിക്കണത് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരിട്ട് ക്ലാസ്സിന് പോവാം. എന്നിട്ട് ഉച്ചക്കലത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് എടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കൺഫേം ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ലഗേജും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും തൂക്കി പിടിച്ച് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം അറിയില്ല അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഇന്നലെ നമ്മൾ അങ്ങനെയാണ് ആലോചിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇനി അവരെയും കൂടി കോണ്ടാക്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ വേഗം ജാക്കറ്റും എൻ്റെ ബാഗും മാത്രം എടുത്ത് ഡൈനിങ്ങിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കാലത്ത് തന്നെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കേണ്ടി വന്നതായിരുന്നു. ലഞ്ച് പിന്നെ നമുക്ക് അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മൾ താമസമാണെങ്കിലും 2 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. ഇന്നലെ ആണെങ്കിലും എല്ലാവരും വന്ന് നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. പിന്നെ ആങ്ങളെയും വൈഫും വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു എന്താ പറയുക 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. അങ്ങനെ ഏറ്റവും അവസാനം വന്ന് നമ്മളിവിടെ എത്തി. അപ്പം ഇന്നലത്തെ പോലെ തന്നെ ബ്രെഡ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ്, സാൻഡ്വിച്ചിനുള്ള സംഭവങ്ങൾ, മുട്ട, പിന്നെ ചായയുടെ ഭാഗങ്ങൾ. പിന്നെ ഇന്നലത്തെ ഫ്രൈഡ് റൈസിന് പകരം ഇന്ന് നൂഡിൽസ് ആയിരുന്നു. അപ്പം പിന്നെ ഇന്നലത്തെ പോലെ തന്നെ സോസേജ്. അങ്ങനെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം എല്ലാം സെയിം തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ഒരു പെയിൽ ഫുഡ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പോലെ മാറിപ്പോയി. ഇന്നലെ നൂഡിൽസും ഇന്ന് ഫ്രൈഡ് റൈസും ആണ് കേട്ടോ. ഇന്നലത്തെ പോലെ മഷ്റൂം എടുത്തിട്ടുണ്ട്, ക്രോയിസാൻ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പൂള കാപ്പിയും. ഞാൻ എങ്ങനെ ഇതുപോലെ എപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കിയാലും ശരിയാവാറില്ല കേട്ടോ. നന്നായിട്ട് പാലൊക്കെ തിളപ്പിച്ചുണ്ടാക്കുന്ന കാപ്പിയാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അല്ലാണ്ട് ഇങ്ങനെ പാല് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല. പക്ഷെ എന്നാലും നമുക്ക് കാലത്തിന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ചൂടോട് കൂടി കുടിക്കാനാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇനി കാപ്പി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്നു അവർ. അപ്പോൾ ലിച്ചി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ലിച്ചി, വാട്ടർ മെലൺ, പൈനാപ്പിൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ചായിരുന്ന ഹോട്ടൽ ഓക്സ്. അങ്ങനെ പിന്നെ അവർ പറഞ്ഞു 10 മണിക്കാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു നമുക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇതെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടോയ് പൊനിക്കുന്ന അങ്ങനെ തോന്നുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കാലത്ത് ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെയും ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാനെടുത്തത് റാസ്ബെറിയുടെ അതായത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. നമ്മുടെ നാട്ടിൽ സ്വീറ്റ് പൊറോട്ട പോലെയൊക്കെ ഒരു ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ റാസ്ബെറി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രേപ്സ് ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേപ്സ്. അപ്പോൾ അതും എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇത് പിന്നെ ഞങ്ങൾ ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടും ഹാർട്ടിനെ കുറിച്ചും റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ സംഭവം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ലാസ്റ്റ് നമ്മൾ എയർപോർട്ടിലെത്തി. നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഷട്ടിൽ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി തന്നെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ഒരു കോഫി വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ഫ്ലാറ്റ് വൈറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സമയത്ത് ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ടീം ലീഡർ ആയിരുന്നു എൻ്റെ അടുത്തിരുന്നത്. ആ പുള്ളിക്കാരി കണ്ടിന്യൂസ് വർത്താനായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് പിള്ളേരും എൻ്റെ കാണാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു.
അതായത് നമ്മൾ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങുകയാണ് കേട്ടോ. ഇതെപ്പോൾ കണ്ടാലും നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ ഫ്ലൈറ്റിനകത്ത് പോയാലും ഈ ഒരു കാഴ്ച അടിപൊളിയാണ്. നമുക്കത് പിന്നെയും എന്താ പറയുക, ഫ്ലൈറ്റ് പൊങ്ങണതും ഫ്ലൈറ്റ് താഴണതും മുകളിൽ നിന്നുള്ളൊരു വ്യൂവും അത് രസമാണ് അല്ലേ. ഇതാണെങ്കിലും ഞങ്ങൾ പോയത് കുഞ്ഞൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പേർക്കുള്ള സീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും വിൻഡോൻ്റെ അടുത്ത് ഇരുന്നായിരുന്ന കാരണം കൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ നമുക്കിതിൻ്റെ താഴേക്ക് നമുക്ക് കടലൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു ഇവരങ്ങനെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, അവർ ആ സംഭവങ്ങളൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇറങ്ങി വരുന്നത് ഇവർ കുറേ നേരം നോക്കിയിരുന്നു. പക്ഷേ എൻ്റെ സീറ്റ് നമ്പർ 2 ആയിരുന്നു, അതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ കുറേ നേരം നോക്കി ഫൈനലി ഞങ്ങൾ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവരൊന്ന് ഇവിടെ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ കവർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി കുറേ കാത്തിരിപ്പിന് ശേഷം ഒരു 2 ദിവസം, പക്ഷേ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഒന്ന് മാറി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.